ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു സർപ്രൈസ് തരുന്നത്. എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അവിടെ ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് അവിടുത്തെ അർച്ചന. പുള്ളിക്കാരുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വയ്ക്കാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 month കഴിഞ്ഞു. അപ്പോൾ ഈ 1 month കഴിഞ്ഞപ്പം അവൾ എന്തായാലും പുറത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ എന്നെ ഇവിടെ വന്ന്, അതായത് അവളുടെ സ്ഥലം കൊല്ലമാണ്. കൊല്ലത്ത് നിന്ന് അവൾ കൊച്ചിയിലേക്ക് വന്നു, എന്നെ വന്ന് മീറ്റ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും വലിയൊരു സർപ്രൈസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല. അവൾ എന്നെ കാണാൻ വേണ്ടി മാത്രം ഈ 4.5 മണിക്കൂർ അവിടെ നിന്ന് ട്രാവലിങ് ചെയ്ത് ഇവിടെ വന്നു ഗൈസ്. വന്നിട്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു തന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് പലരും സർപ്രൈസും കാര്യങ്ങളും, ഫ്രണ്ട്സ് സർപ്രൈസ് തന്നിട്ടുണ്ട്, ബർത്ത്ഡേക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ സർപ്രൈസ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും ഹേർട്ടിനോട് ചേർന്ന് എനിക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ വന്നു, ഞങ്ങൾ എവിടെയാ ലുലു മോളിൽ വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തു ഗൈസ്. ഞാൻ പാതിരാത്രിയാണ് ഈ വീഡിയോ എടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട് ഗൈസ്. അപ്പം എന്താ പറയുക, എന്താണ് എനിക്ക് വേറെ സമയമില്ലല്ലോ വീഡിയോ എടുക്കാൻ, അതുകൊണ്ടിട്ടാണ് വരും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ പാതിരാത്രി വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും മൈൻഡ് ആക്കണ്ട. അവൾ എനിക്ക് തന്ന കുറച്ച് ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹേർട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് അവൾ മേടിച്ച് തന്നെ കേട്ടോ ഇത്. പിന്നെ എനിക്ക് അവളെ ഒരു മാല പോലത്തെ ഒരു സാധനം, രസമില്ലേ, നല്ല ഭംഗിയില്ലേ. പിന്നെ എനിക്കൊരു ഓവർ സൈസ് ഒരു ടീഷർട്ട് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, അതിൻ്റെ ബാക്കിൽ കണ്ടോ, യു ആർ മൈ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഞാൻ സത്യം, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മളെ എപ്പോഴും സ്പെഷ്യലായി. ഞാൻ അവിടെ എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങളിൽ എനിക്ക് കുറേ ഇഷ്യൂസ് ഒന്നല്ല, നമ്മൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അങ്ങനെയല്ല കാണുന്നതെന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും, അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. അപ്പം ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാളിലേക്ക് നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ സക്സസ്സിൽ സന്തോഷിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ അവൾ എനിക്ക് തന്ന ഒരു മേക്കപ്പ് സെറ്റാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗൈസ് മേക്കപ്പ് സെറ്റൊക്കെ യൂസ് ചെയ്ത്, ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ആക്കാറുണ്ട്, അല്ലാണ്ട് വേറെ സാധനങ്ങളൊന്നും യൂസ് ആക്കിയിട്ടില്ല. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ സത്യം ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയും എന്താ പറയുക, നീ നോക്ക് ഗൈസ്, എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കണ്ടോ, തുറക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിലും കണ്ടോ, ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം യൂസ് ചെയ്യാൻ പോണത്. ഭയങ്കര ഹാപ്പി ഗൈസ്, ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. എന്നെ കാണാൻ വേണ്ടി മാത്രം അവൾ ഈ 4.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നു. നമ്മളിവിടെ വന്ന് മീറ്റ് ചെയ്തു. നമ്മൾ PVR ലുലുവിൽ പോയിട്ട് നമ്മൾ മൂവി കണ്ടു. നമ്മളിതാ ഇപ്പോൾ പിരിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്തൊരു സാഡ് തിങ് എന്താണെന്ന് പറഞ്ഞാൽ അവൾക്ക് ട്രെയിൻ മിസ്സായി ഗൈസ്. ഇനി നമുക്ക് പാതിരാത്രി 1 മണിക്ക് സംതിങ്ങിന് മാത്രമേ അവൾ ട്രെയിനുള്ളൂ. അത്രയും സമയം അവൾ സ്റ്റേഷനിൽ അവിടെ ഇരിക്കണം. അപ്പം ഇവിടുന്ന് പിന്നെ ബസ്സിൽ പോകാൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ അവിടെ ആളുള്ളത് കൊണ്ടിട്ട് അവൾ ട്രെയിനിൽ പോവാം എന്നൊരു ഡിസിഷനിൽ ഇപ്പോൾ നിൽക്കുക. അപ്പോൾ എന്താ പറയുക, ലൈഫിൽ നമുക്കൊക്കെ കുറേ ആൾക്കാരെ നമ്മളെ ലൈഫിൽ പരിചയപ്പെടുമായിരിക്കും. പക്ഷേ എന്താ പറയുക, നല്ല ഒരുപാട് ആൾക്കാരിൽ നിന്ന് കുറേ ലെസൺസ് നമ്മൾ പഠിക്കായിരിക്കും. ചില ആൾക്കാരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കും, ചില ആൾക്കാരെ ഇനി കണ്ടുമുട്ടരുതേ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ഓരോരുത്തരിൽ നിന്ന് ഓരോരോ ലെസൺസ് പഠിക്കും. ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ് സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലൈഫിൽ നമുക്ക് ഈ സ്ട്രഗിൾസ് വരുമ്പോൾ വീണ് പോവരുത്, വീണെടുത്ത് നിന്നിട്ട് നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു സ്പിരിറ്റ് എനിക്ക് അവളിൽ നിന്നാണ് കിട്ടിയത്. അവൾ ഭയങ്കര കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷേ എവിടെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഓരോ കാര്യങ്ങളും ചെയ്യുന്ന വർക്കിൽ ഓർഗനൈസ്ഡ് ആണ്. എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ തമ്മിൽ കുറേ സിമിലാരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവളെ പോലെ ഒരു ഫ്രണ്ട്. അപ്പോൾ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 27 ഏജ് ഉണ്ട്. 27, ഇപ്പോൾ നമുക്ക് 28 ആയിട്ടോ, 28 വയസ്സുണ്ട്. നമ്മൾ തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ടെങ്കിലും എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ സിമിലർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്താ പറയുക, ലൈഫിൽ നമുക്ക് മനസ്സിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഫ്രണ്ട്
കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ അബ്രോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയറോ 2 ഇയറോ ഒക്കെ കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് എന്തായാലും വരുവാണെങ്കിലും 1 ഇയർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം ഇത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അവളെ നിന്ന് ജൂപ്പിയത്തിൽ നിന്ന് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അവള്. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനും എൻ്റെ എന്താ പറയുക ലൈഫ് ജേർണീസും എൻ്റെ അനുഭവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.